2025 പുറത്തിറങ്ങിയ ദി എലക്സിർ എന്ന സോംബി മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് മുകളിലെ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് സോംബികളിൽ നിന്നും രക്ഷപ്പെട്ട് പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ച് കയറും വരെയാണ്. ഇതോടെ അവര് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ എല്ലാവരും തള്ളിപ്പിടിച്ചുകൊണ്ട് അലമാരയും കസേരയൊക്കെ വെച്ച് ലോക്കാക്കി കളയും. പക്ഷേ ഉള്ളിലേക്ക് കയറിയ പോലീസുകാരന് കടി കിട്ടിയത് കൊണ്ട് തന്നെ റഹ്മാൻ മുറിവൊക്കെ പൊത്തിപ്പിടിക്കുകയും അയാളുടെ ബോധം പോയത് കണ്ട് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും സോംബിയായി മാറിയ അയാൾ എഴുന്നേറ്റത് കണ്ട് സാറേ എന്ന് വിളിക്കുകയും ബാങ്ങാണേൽ വിളിക്കല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും റഹ്മാൻ വീണ്ടും വീണ്ടും വിളിക്കുകയും അയാൾ കടിക്കാനായി വരികയും ചെയ്യുന്നു. ഇത് കണ്ട ബാങ് റഹ്മാനോട് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാത്തത് കണ്ട് ബാങ് ആ ഗണ്ണെടുത്ത് തുരുതുര വെടിവെച്ചങ്ങ് പൊട്ടിച്ചു കളയുന്നു. അങ്ങനെ അയാൾ അവിടെ വീണത് കണ്ട് നീയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊലപാതകം ചെയ്യുന്നോളാന്ന് പറഞ്ഞ് ആകെ ചൂടാകുമ്പോ തന്നെ തലക്ക് വെടികൊള്ളാത്തത് കൊണ്ട് തന്നെ സോംബി വീണ്ടും എഴുന്നേൽക്കുകയും റഹ്മാനെ കടിക്കാൻ വേണ്ടി ശ്രമിച്ചതും റഹ്മാൻ അയാളെ താട്ടി അങ്ങ് മാറ്റി കളയുന്നു. ഇതോടെ ബാങ്കിനെ കടിക്കാൻ വേണ്ടി സോംബി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കെനീസ് സോംബിയെ ഇടിച്ചു കളയുകയും എല്ലാരും കൂടെ ചേർന്ന് തള്ളി സെല്ലിലേക്കിട്ട് സെല്ലങ്ങ് അടച്ചു കളയുന്നു. എന്നിട്ടും അയാൾ വീണ്ടും വീണ്ടും അവരെ കടിക്കാൻ വേണ്ടി നോക്കുന്നത് കണ്ട് റഹ്മാന് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാവുന്നു. ശേഷം ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും കെനീസും ബാങ്ങും റഹ്മാനോട് പറഞ്ഞതും അവൻ ഫോൺ എടുത്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും കാര്യങ്ങൾ അറിയിക്കുന്നു. കാരണം അത്രയും സോംബികൾ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റ് പോലീസുകാർ വന്നിട്ട് വേണം ഇവരെയൊക്കെ രക്ഷിക്കാൻ. കെനീസ് ആണെങ്കിൽ റെയ്ഹാനെയും റൂഡിയെയും ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അവരെയാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടാത്തോണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ കരീന അവളുടെ ഫോണിലേക്ക് വിളിക്കുകയും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. ശേഷം റെയ്ഹാന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതും മോനെ എക്കെന്തേലും പറ്റിയോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, നിങ്ങളെപ്പോഴാ വരുന്നതെന്ന് റെയ്ഹാൻ ചോദിച്ചതും ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരും മോനെ, അതുവരെ മോൻ അച്ഛന്റെ കൂടെ നിൽക്കണമെന്ന് കെനീസ് പറയുകയും അച്ഛന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനും പറയുന്നു. ഇത് കേട്ട കരീന ഉടനെ തന്നെ ഫോൺ മേടിക്കുകയും റൂഡിക്ക് കടിയേറ്റതും സോംബിയായി മാറിയതും പറയുകയും കെനീസിന് ഒരുപാട് സങ്കടമാവുകയും ചെയ്യുന്നു. കാരണം അവർ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ അവൾക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാങ്ക് ആണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് ഞാനും കെനീസും ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷേ നമ്മളെ രക്ഷിക്കാനായി മറ്റൊരു സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരിവിടെ എത്തിയ ഉടനെ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നും പറയുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പുറത്തുള്ള സോംബികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ 3 പേരും ഡോറ് താഴി പിടിച്ചു വെക്കുന്നു. അപ്പോഴാണ് റേഡിയോയിൽ നിന്നും പോലീസുകാരുടെ ശബ്ദം കേൾക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയും, നിങ്ങളെ ഉള്ളിൽ തന്നെ നിന്നോ എന്ന് അതിൽ നിന്നും കേൾക്കുകയും റേഡിയോ കട്ടാവുകയും ചെയ്യുന്നു. സത്യത്തിൽ അവരെ രക്ഷിക്കാൻ വന്ന എല്ലാ പോലീസുകാരെയും ഓടിച്ചിട്ട് കടിച്ച് കൊന്നിരിക്കുന്നു. അതേസമയം റഹ്മാനും കെനീസും ബാങ്ങും പോലീസ് സ്റ്റേഷന്റെ ടെറസിലേക്ക് കയറിയതും അവരെ രക്ഷിക്കാൻ വന്ന പോലീസുകാരെയൊക്കെ സോംബികൾ ആക്രമിച്ചതായി അവർ കാണുന്നത്. കൂടാതെ പോലീസ് സ്റ്റേഷന്റെ താഴെയുള്ള സോംബീസിനെ കണ്ട് റഹ്മാൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഈ സോംബികളുടെ ശബ്ദം കേട്ട് മറ്റു സോംബികളും അങ്ങോട്ടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് കരുതി അവിടെ തന്നെ കാത്തിരിക്കുകയും സമയം മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ രാത്രിയാവാറായതും പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയും ആ ശബ്ദം കേട്ട ഭാഗത്തോട്ട് സോംബികൾ ഓടിപ്പോവാനും തുടങ്ങുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്നയാള് സോംബിയുടെ കടിയേറ്റ് നിലവിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഇതോടെ റഹ്മാൻ ഒരു ഐഡിയ തോന്നി. ഇന്ന് രാവിലെ പോലീസുകാര് കുറച്ച് പടക്കങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു റോക്കറ്റ് എടുത്ത് റഹ്മാൻ കത്തിച്ചങ്ങ് വിട്ടതും അത് പൊട്ടിയത് കേട്ട് അങ്ങോട്ടേക്ക് സോംബികൾ ഓടിപ്പോവാൻ തുടങ്ങുന്നു. അതോടെ റഹ്മാൻ ഒരു കാര്യം പറയുന്നു, എന്റെ മോട്ടോർ സൈക്കിള് നേരത്തെ പോലീസുകാർ അവിടെയാണ് കൊണ്ടിട്ടത്, അതുകൊണ്ട് അതെടുക്കാൻ പറ്റിയ നമുക്ക് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിലെ വെസ്റ്റും തോക്കും ഒക്കെ എടുത്ത് റെഡി ആവുകയാണ്. ബാങ്കിനാണെങ്കിൽ വീഡിയോ ഗെയിംസ് കളിക്കുന്നത് കൊണ്ട് എല്ലാ തോക്കും എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയാം. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായതും ശബ്ദമൊന്നും ഉണ്ടാകാതെ വാതില് പതിയെ തുറക്കുകയും റോക്കറ്റിന് തീ കൊടുത്ത് ചാറപറ പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവിടെയുള്ള സോംബികളൊക്കെ ശബ്ദം കേട്ട ഭാഗത്തോട്ടേക്ക് ഓടി അങ്ങ് പോകുന്നു. ആ സമയം അവർ സ്റ്റേഷന്റെ മുന്നിൽ സോംബി ഇല്ലെന്ന് ഉറപ്പുവരുത്തി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സ്കൂട്ടറിന്റെ അടുത്തേക്ക് റോഡിലൂടെ നടക്കാൻ തുടങ്ങുന്നു. അതിനിടെയാണ് ശബ്ദം കേട്ട ഭാഗത്തോട്ടേക്ക് ഈ വഴിയിൽ നിന്നും സോംബികൾ ഓടി വരുന്നതായി അവർ കാണുന്നത്. അവർക്ക് നേരെ സോംബികൾ വരുന്നത് കൊണ്ട് തന്നെ മറ്റൊന്നും ചെയ്യാനില്ലാതെ വെടിവെക്കാൻ തുടങ്ങുകയും ആ ശബ്ദം കേട്ടുകൊണ്ട് ബാക്കിൽ പോയ സോംബികൾ ഓടി അവരുടെ അടുത്തേക്ക് വരാനും തുടങ്ങുന്നു. ഇപ്പോ അവരാണെങ്കിൽ റോഡിന്റെ നടുവിലുള്ളത് കൊണ്ട് തന്നെ 2 ഭാഗത്തു നിന്നും സോംബികൾ വന്ന് അവരെ അങ്ങ് പൊതിഞ്ഞങ്ങ് കളയുന്നു. അവരുടെ കയ്യിൽ ഷീൽഡും ഹെൽമറ്റും ജാക്കറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് കഷ്ടിച്ച് ശ്വാസം പോലും കിട്ടാതെ പിടിച്ച് നിൽക്കുകയും ചുറ്റും ചാറപറയൊക്കെ വെടിവെക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരുപാട് സോംബികൾ ഉള്ളതുകൊണ്ട് തോക്കുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതോടെ മരണം മുന്നിൽ കണ്ട് അവരവിടെ കരഞ്ഞോണ്ടൊക്കെ നിൽക്കുകയാണ്. സോംബികളാണെങ്കിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതേ സമയം സോംബിയായി മാറിയ റൂഡി തറച്ചിരിക്കുന്ന വീട്ടിന്റെ റൂമിലെ കമ്പിയിൽ നിന്നും എങ്ങനെയൊക്കെയോ വിട്ടുവരികയും കരീനയും റെയ്ഹാനും ഒക്കെയുള്ള റൂമിന്റെ വാതിലിനിട്ട് ഇടിക്കാനും തുടങ്ങുന്നു. ഈ ശബ്ദം കേട്ട പുറത്തുള്ള സോംബികളാണെങ്കിൽ അവരുടെ വീടിന് ചുറ്റും വളയുകയും എല്ലാരും വീട്
വീട് പൊളിച്ച് ഉള്ളിലേക്ക് കയറാൻ നോക്കുകയും ചെയ്യുന്നു. കരീനയും നിങ്സിയും റെയ്ഹാനും ആകെ ഇപ്പൊ പെട്ടിരിക്കുവാണ്. ഇവിടെയാണെങ്കിൽ ബാങ്ങും റഹ്മാനും കെനീസും സോംബികൾ ചുറ്റും കൂടിയതുകൊണ്ട് ശ്വാസം കിട്ടാതെ മരിക്കാനും നോക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങുന്നത്. മഴ പെയ്താൽ പിന്നെ സോംബികൾ ടെക്കായതുപോലെ മുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നത് കണ്ട് അവര് സോംബികളുടെ ഇടയിലൂടെ ബൈക്കിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. ഇവിടെയാണെങ്കിൽ അവരുടെ വീടിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന സോംബികൾ മഴ പെയ്തത് കൊണ്ട് അവരും മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. രക്ഷപ്പെടാൻ ഇനി ഇതിലും നല്ല ചാൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്സി അവളുടെ സ്കൂട്ടറിൽ രക്ഷപ്പെടാമെന്നും പറഞ്ഞ് സ്കൂട്ടർ എടുക്കുകയും അതിൽ സ്റ്റാർട്ട് ചെയ്ത് മൂന്നുപേരും പോകാൻ നോക്കിയതും ഡോറും പൊളിച്ചുകൊണ്ട് മഴയൊന്നും നനയാത്ത റൂഡി അവരെ ആക്രമിക്കാൻ നോക്കുന്നതിന് മുന്നേ കഷ്ടിച്ച് രക്ഷപ്പെടുകയും അവിടെ നിന്നും മുന്നോട്ട് പൊക്കളയുകയും ചെയ്യുന്നു. മറ്റവരാണെങ്കിൽ നടന്ന് ബൈക്കിന്റെ അടുത്തേക്ക് എത്താറായതും മഴ അങ്ങ് നിന്നു പോകുന്നു. ഇതോടെ സോംബികൾ വീണ്ടും അവരെ ആക്രമിക്കാനായി വരികയും അപ്പോൾ തന്നെ മൂന്നുപേരും ചെതറി ഓടുകയും ബാങ്ങും റഹ്മാനും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു കയറുകയും ചെയ്യുന്നു. കെനീസ് ആണെങ്കിൽ കുറച്ച് മുന്നിലായതുകൊണ്ട് അവക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് നേരത്തെ ആക്സിഡന്റ് ആയ ട്രക്കിലേക്ക് ഓടി അങ്ങ് കയറുന്നു. സോംബികൾ ഇത് കണ്ട് ട്രക്കിന് ചുറ്റും കൂടുകയും ട്രക്ക് പൊളിച്ചൊക്കെ ഉള്ളിൽ വരാൻ വേണ്ടിയും നോക്കുന്നു. കെനീസിനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഒരുപാട് പേടിയാവുകയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാനൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിലും കെനീസിനാണെങ്കിൽ വണ്ടി ഓടിക്കാനും അറിയില്ല. ഇതിനിടെയാണ് നമ്മുടെ നിങ്സിയും കരീനയും റെയ്ഹാനുമായി ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ അടുത്തെത്താറായതും അവർ ദൂരെ ഒരു ട്രക്കിനെ സോംബികൾ വളഞ്ഞിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതിലെ കെനീസിനെയും അവൾ കാണുന്നുണ്ട്. കെനീസും അവരെ തിരിച്ചു കാണുന്നുണ്ടെങ്കിലും പരസ്പരം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്സി ആണെങ്കിൽ സോംബികൾ അടുത്തോട്ട് വരുന്നത് കണ്ട് ആകെ പേടിച്ച് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നില്ല. കൂടാതെ ഈ ശബ്ദം കേട്ട് ബാക്കി സോംബികളോടെ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് ആരോ പടക്കം പൊട്ടിക്കുകയും ഇത് കണ്ട സോംബികളാകെ വയലിലേക്ക് എടുത്തിയാടി അങ്ങോട്ടേക്ക് ഓടിപ്പോവാൻ തുടങ്ങുന്നു. സത്യത്തിൽ പടക്കം പൊട്ടിച്ചത് കെനീസ് ആണ്. ശേഷം സോംബികൾ പോയ ഗ്യാപ്പിൽ കെനീസ് അവരുടെ അടുത്തേക്ക് ഓടുകയും തന്റെ മകനെ കണ്ട് സന്തോഷത്തിൽ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ചെയ്യും. എന്നാൽ ഈ സമയമാണ് ഒരു സോംബി അവരുടെ നേർക്ക് വരുന്നതായി കാണുന്നത്. ഇത് കണ്ട അവര് അപ്പൊ തന്നെ ട്രക്കിലേക്ക് കയറി രക്ഷപ്പെടുമെങ്കിലും നേരത്തെ പോയ സോംബികളൊക്കെ ഇപ്പോ വീണ്ടും അങ്ങോട്ടേക്ക് തിരിച്ചു വരികയും അവരുടെ ട്രക്കിന് ചുറ്റുമായി കൂടുകയും ചെയ്യുന്നു. ഇതോടെ കാർ ഓടിക്കാൻ മാത്രം അറിയാവുന്ന കരീന എങ്ങനെയൊക്കെയോ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അവൾ കാഷ്ടിച്ച് വണ്ടിയൊക്കെ തിരിച്ച് എല്ലാ സോംബികളെയും ഇടിച്ച് തെറിപ്പിച്ച് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങുന്നു. മുന്നിൽ വരുന്ന സോംബികളൊക്കെ ഇപ്പോ ഇടിച്ച് ചമ്മന്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി പോലീസ് സ്റ്റേഷന്റെ അടുത്തെത്തിയതും വണ്ടിക്ക് ബ്രേക്ക് കിട്ടാത്തതുകൊണ്ട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചങ്ങ് കയറുന്നു. ഭാഗ്യത്തിന് വണ്ടിയിലുള്ള ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. റഹ്മാനാണെങ്കിൽ നിങ്സിയെ കണ്ടതും സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് ബാങ്കിന്റെ കാല് ഇവര് ഇടിച്ചിട്ടിരിക്കുന്ന ഒരു അലമാറയുടെ അടിയിലായി പെട്ടിരിക്കുന്നത് അവർ കാണുന്നത്. ഇത് കണ്ട് അവരെല്ലാവരും കൂടെ അലമാറ പൊക്കി അവന്റെ കാലെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആർക്കും അതിന് കഴിയുന്നുമില്ല. അതിനിടെ വണ്ടി ഇടിച്ച ശബ്ദം കേട്ട് എല്ലാ സോംബികളും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുന്നു. പോലീസ് സ്റ്റേഷന്റെ വാതിലൊക്കെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ സോംബികളൊക്കെ വണ്ടിയുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറാൻ തുടങ്ങുകയും റഹ്മാൻ ഇത് കണ്ട് ഓരോന്നിനെയും വെടിവെച്ച് കൊല്ലാനും തുടങ്ങുന്നു. ബാങ്ങും അവന്റെ അടുത്തോട്ട് വരുന്ന സോംബികളെ ഓരോന്നോരോന്നായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കരീനയും കെനീസും അവന്റെ കുടുങ്ങിക്കിടക്കുന്ന കാല് എങ്ങനെയെങ്കിലും എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നേയില്ല. സോംബികളാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനി അവർക്ക് എത്ര നേരം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും അറിയില്ല. അതിനിടെ കരീന പോലീസ് സ്റ്റേഷന്റെ ബാക്കിലുള്ള ഒരു ഡോറ് തുറന്നതും അതിലൂടെ രക്ഷപ്പെടാൻ പറ്റുമെന്നും മനസ്സിലാവുന്നു. ശേഷം വീണ്ടും അവന്റെ കാലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ബാങ് അത് നിർത്താൻ പറയുകയും കാര്യം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല, എന്റെ ജീവിതത്തിൽ ഞാനൊന്നും നേടിയിട്ടുമില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഇത് ഞാൻ നോക്കിക്കോളാമെന്ന് ബാങ് പറയുന്നത് കേട്ടതും കരീനയും കെനീസും റെയ്ഹാനൊക്കെ അത് കേട്ട് കരയുകയാണ്. ഇതേസമയം റഹ്മാൻ അടുത്തോട്ട് വരുന്ന എല്ലാ സോംബികളെയും കൊല്ലുന്നതിനിടെ നിങ്സി നേരത്തെ ഒരു ഓഫീസറിനെ പൂട്ടിയിട്ട സെല്ലിന്റെ അടുത്തേക്ക് അറിയാതെ ചെല്ലുകയും അവൾക്ക് അതിനുള്ളിലുള്ള സോംബിയിൽ നിന്നും കടി കിട്ടുകയും അത് കണ്ട റഹ്മാൻ സോംബിയെ ചാറപറ വെടിവെച്ചങ്ങ് പൊട്ടിച്ച് കളയുന്നു. പക്ഷേ മുന്നിൽ നിന്നും സോംബികൾ വന്നുകൊണ്ടേയിരിക്കുവാണ്. അവന്റെ AR ഗണ്ണിലെ ബുള്ളറ്റ് ആണെങ്കിൽ തീരുകയും ചെയ്തു. ഇതോടെ അവൻ പിസ്റ്റൾ എടുത്ത് വെടിവെക്കുന്നുണ്ടെങ്കിലും എല്ലാ സോംബികളും ഒരുമിച്ച് വരികയും അവനെയും നിങ്സിയെയും സോംബികൾ കടിച്ച് പറിക്കുകയും ചെയ്യുന്നു. ബാങ് ആണെങ്കിൽ അവരോട് എത്ര തവണ അവിടെ നിന്നും പോകാൻ പറഞ്ഞിട്ടും അവര് അവനെ വിട്ട് അവിടെ നിന്നും പോവാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴാണ് നേരത്തെ സോംബിയായി മാറിയ റൂഡി അതിനിടയിലൂടെ ഇഴഞ്ഞി വരുന്നത്. അവനെ കണ്ടതും കെനീസിന് വെടിവെക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മേലേക്ക് ആടി കടിക്കാൻ നോക്കിയതും പപ്പ അങ്ങനെ ചെയ്യല്ലേ എന്നും പറഞ്ഞ് റെയ്ഹാൻ പിടിച്ചു മാറ്റുകയും ഇതോടെ റൂഡി റെയ്ഹാനെ കടിക്കാനായി പോകുന്നത് കണ്ടതും ബാങ് കാല് പിടിച്ചങ്ങ് തള്ളിയിട്ട് കളയുന്നു. എന്നാലും റെയ്ഹാനെ വിടാതെ അവന്റെ കാലിനിട്ട് കടിക്കാൻ ശ്രമിക്കുകയാണ്. അതോടെ വേറെ വഴിയില്ലാത്തോണ്ട് കെനീസ് കരീനയോട് അവനെ ഷൂട്ട് ചെയ്യാൻ പറയുകയും മനസ്സില്ലാ മനസ്സോടെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയം തന്നെ മുഴുവൻ സോംബികളും ഉള്ളിലേക്ക് നുഴഞ്ഞു വരുന്നത് കണ്ടതും കെനീസൊക്കെ വീണ്ടും ബാങ്ങിനെ അതിൽ നിന്നും രക്ഷിക്കാൻ നോക്കുകയാണ്. പക്ഷേ ബാങ് ആണെങ്കിൽ നിങ്ങൾ എന്നെ നോക്കാതെ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോംബികളുടെ കടി കൊണ്ടുകൊണ്ടിരിക്കുന്ന റഹ്മാനാണെങ്കിൽ അവൻ മാറ്റിവെച്ച റിങ് നിങ്സിക്ക് ഇട്ടുകൊടുക്കുകയും അവരുടെ ഇഷ്ടം രണ്ടുപേരും തുറന്നു പറയുകയും ചെയ്യും. ബാങ് ആണെങ്കിൽ അവരെ സമ്മതിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുകയും ഒരു
പടക്കം കത്തിച്ച് അലറി ശബ്ദം ഉണ്ടാക്കുന്നു. ശബ്ദം കേട്ട സോംബികൾ മുഴുവൻ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറുകയും അപ്പൊ തന്നെ നേരത്തെ ലീക്കായ പെട്രോൾ ടാങ്കിലേക്ക് പടക്കം എറിയുകയും ഇതോടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ പടക്കവും വെടിമരുന്നൊക്കെ പൊട്ടിത്തെറിച്ച് പോലീസ് സ്റ്റേഷൻ മുഴുവനായി കത്തിപ്പോകുന്നു. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട കരീനയും കെനീസും റെയ്ഹാനും ഒക്കെ പുറത്തുള്ള ബൈക്കിനടുത്തേക്ക് എത്തിയതും കെനീസ് ഒരു കാഴ്ച കാണുന്നു. അവൾ അറിയാതെ അവളുടെ കൈക്ക് സോംബിയുടെ കടിയേറ്റിട്ടുണ്ട്. ഇത് കണ്ട റെയ്ഹാനാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നത് കണ്ടതും അമ്മക്ക് നിന്റെ ഒപ്പം വരാൻ പറ്റില്ല മോനെ എന്ന് പറഞ്ഞ് അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ രണ്ടുപേരും കരഞ്ഞ് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് കരീനയ്ക്കും ഒരുപാട് സങ്കടമാവുകയും നീയും ഞങ്ങളുടെ കൂടെ വാന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും അവർ തമ്മിലുള്ള എല്ലാ ദേഷ്യവും അവിടെ വെച്ച് മാറുകയാണ്. ശേഷം നീ അവനുമായി പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അവൾ അവരുടെ അടുത്ത് നിന്നും മാറി നിൽക്കുന്നു. എന്നാൽ അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ച് സോംബികൾ അങ്ങോട്ടേക്ക് ഓടി വരാൻ തുടങ്ങുന്നത്. അത് കണ്ടതും കരീന എത്രയും പെട്ടെന്ന് സ്കൂട്ടർ എടുക്കുകയും റെയ്ഹാനുമായി അവിടെ നിന്നും രക്ഷപ്പെട്ട് പൊക്കളയുന്നു. ഈ സമയം സോംബികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കെനീസ് അവളുടെ കയ്യിലുള്ള പടക്കം പൊട്ടിച്ചതിന് ശേഷം ആ വയലിലേക്ക് അങ്ങ് ഇറങ്ങി നടക്കുന്നു. ഇതോടെ ഈ ശബ്ദം കേട്ട സോംബികൾ വയലിലേക്ക് ഓടിയിറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് അവള് സോംബികൾ അടുത്തെത്താറായതും കെനീസ് ഗണ്ണെടുത്ത് സ്വയം വെടിവെച്ചങ്ങ് മരിക്കുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. കരീന ഇപ്പോൾ റെയ്ഹാനുമായി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കടക്കാനുള്ള പാലത്തിന്റെ അടുത്തെത്തിയതും അവൾ പാലവും കടന്ന് ആ സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ ഇതിനു മുന്നേയും അവരുടെ മണം പിടിച്ച് ഫോളോ ചെയ്യുന്ന സോംബി അവരറിയാതെ അവരുടെ തൊട്ടു പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അവരിതൊന്നും അറിയുന്നില്ല. അടുത്തതായി കാണിക്കുന്നത് ഇന്തോനേഷ്യയിലെ വലിയൊരു സിറ്റിയാണ്. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ആ മരുന്ന് കൊണ്ടു കൊടുക്കുമ്പോൾ രണ്ടാൾക്കാണ് ഏൽപ്പിക്കാൻ പറഞ്ഞത്. ഒന്ന് നമ്മുടെ ബോസിനും ഒന്ന് മിസ്സിസ് ഗ്രേസിനുമാണ്. ആ വയസ്സായ ഗ്രേസ് ആണെങ്കിൽ ഈ സിറ്റിയിലാണ് ജീവിക്കുന്നത്. ഗ്രേസ് ഇപ്പോ ആ മരുന്ന് കുടിക്കുകയും ചെയ്തു. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും ഗ്രേസിന്റെ ഹസ്ബൻഡ് ഗ്രേസ് ചെറുപ്പക്കാരി ആയത് കണ്ട് ഞെട്ടിപ്പോകുന്നു. അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി ആ സിറ്റി മുഴുവൻ സോംബികളാൽ നിറയും. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ വൈകിയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം RN.